ആയിട്ടുള്ള 5 കമ്മലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഒരു മുത്ത്, അതായത് ഒരു 8 mm സൈസ് വരുന്ന, ഒരു 6 mm സൈസ് വരുന്നതൊക്കെ എടുക്കാം, കുറച്ച് വലിയ സൈസ്. പിന്നെ ഒരു ബീഡ് ക്യാപ്പ്, ഒരു ഹെഡ് പിൻ, പിന്നെ ഇയർ ഹുക്ക്. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ആദ്യത്തെ ഡിസൈന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ഈ മുത്ത് കോർക്കാം. മുത്ത് കോർത്ത ശേഷം ബീഡ് ക്യാപ്പ് അതിൻ്റെ മുകളിലിടാം. ഇത് കുറച്ച് ബെല്ല് പോലെയുള്ള ഷേപ്പുള്ള ഒരു ബെൽ ഷേപ്പുള്ള ഒരു ബീഡ് ക്യാപ്പാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് അങ്ങനെ ചേർന്നിരുന്നോളും. നെക്സ്റ്റ് നമുക്ക് ഒരു ലൂപ്പാണ് ഉണ്ടാക്കേണ്ടത് ഇയർ ഹുക്ക് കോർക്കാനായിട്ട്. അതിനായിട്ട് ഒരു ലൂപ്പ് ഇതിന് മുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഭാഗത്തോട്ട് ബെൻഡ് ചെയ്ത ശേഷം ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. പിന്നെ ഇയർ ഹുക്ക് അതിലോട്ട് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൂപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇട്ട നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു കമ്മലാണ്. നമുക്കിനി രണ്ടാമത്തെ ഡിസൈൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡിസൈനായിട്ട് ഞാൻ 2 മുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടാനായിട്ട് ഒരു ബീഡ് സ്പേസറാണ്, ബീഡ് ക്യാപ്പ് പോലെ തന്നെയുള്ള ഒരു ബീഡ് സ്പേസറാണ്. ഇതാകുമ്പോൾ 2 ഭാഗത്തും നമുക്ക് മുത്ത് കോർത്താൽ അതിനോട് ചേർന്നിരിക്കും. പിന്നെ ഹെഡ് പിന്നും ഇയർ ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെഡ് പിൻ എടുക്കുക, വലിയ സൈസ് വരുന്ന മുത്ത് ആദ്യം കോർക്കാം. അതിനുശേഷം ഈ ബീഡ് സ്പേസർ കോർക്കാം, പിന്നെ ചെറിയ മുത്ത് കോർക്കാം. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ, മുൻപ് ചെയ്ത പോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അതിലോട്ട് ഇയർ ഹുക്ക് കോർത്തിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പം പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. നമുക്കൊരു ഹെഡ് പിൻ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ മുത്തുകൾ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ മാറ്റി മറിച്ച് എല്ലാം കോർത്ത് ഏത് കളർ വേണമെങ്കിലും എടുത്ത് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട്, ഇത് നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഡെയിലി യൂസിന്, കോളേജിൽ പോകുന്നവർക്കാണെങ്കിലൊക്കെ ഇടാനും നല്ല ഡിസൈൻസാണ്. ഇതെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിസൈൻസാണ്. ഈ ഒരു ബീഡ് സ്പേസറിന് 2 രൂപ മുതൽ 5 രൂപ വരെയുള്ള വിലയുണ്ട് കേട്ടോ. ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹെഡ് പിൻ, ഒരു ഐ പിൻ, 2 പിൻസ് ഓരോന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ റൈൻ സ്റ്റോൺ ആണെന്ന് വൈറ്റ് കളർ സ്റ്റോൺ വരുന്ന റൈൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 സൈസിലുള്ള 3 വൈറ്റ് കളർ മുത്തും ഇയർ ഹുക്കുമാണ് നമ്മുടെ ഈ ഡിസൈൻ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിന്നിലോട്ട് ഒരു ചെറിയ മുത്ത്, അതായത് ഒരു 4 mm സൈസ് വരുന്ന മുത്തൊക്കെ ആണെങ്കിൽ കറക്റ്റായിരിക്കും, അത് കോർക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലെങ്ത്ത് കുറയ്ക്കും. പിന്നെ ഇതിന് മുകളിലായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഐപ്പിനിലോട്ടാണ് ഇത് കോർക്കുന്നത്. ഐപ്പിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാവും. ഹെഡ് പിൻ ആകുമ്പോൾ നമ്മുടെ മുട്ട് സൂചി പോലെയുള്ള പിന്നാണ് നമ്മൾ ഹെഡ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐപ്പിന്നിൽ ഇതിൽ കോർത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ടിങ്. അതായത് ജസ്റ്റ് ഒരു ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടൊരു മുത്ത് താഴെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കോർത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഡ്രോപ്പ് ഷേപ്പ് മുത്തുണ്ടെങ്കിൽ അതും കോർക്കാം. അതിനുശേഷം വലിയൊരു മുത്ത് കോർക്കുക. ഈ നമ്മുടെ റൈൻ സ്റ്റോൺ കോർത്തിട്ട് ചെറിയ മുത്ത് കോർക്കാം. വീണ്ടും നമ്മൾ മുകളിലൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇയർ ഹുക്ക് അതിലോട്ട് കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഡിസൈനും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എല്ലാം സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കമ്മലുകളാണ്. ഒരുപാട് ചിലവും വരില്ല. പിന്നെ റൈൻ സ്റ്റോൺ ഒന്നിന് 1 രൂപയ്ക്കാണ് വില വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈനും ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസൈൻ, 4ാമത്തെ ഡിസൈൻ നോക്കാം. അതും ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതിൽ ഞാൻ റൈൻ സ്റ്റോൺ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ് പിന്നും ഇയർ ഹുക്കും മുത്ത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അതേ സൈസുള്ള 3 വൈറ്റ് കളർ മുത്താണ് എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് പറഞ്ഞാൽ ഓരോ മുത്ത് കോർക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഒരു റൈൻ സ്റ്റോൺ കൂടി കോർക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെഡ് പിൻ എടുക്കുക, വലിയ സൈസ് മുത്ത് നമ്മൾ ആദ്യം കോർത്തു, പിന്നെ ഒരു റൈൻ സ്റ്റോൺ, പിന്നെ നെക്സ്റ്റ് സൈസിൽ വരുന്ന മുത്ത് കോർത്തു, പിന്നെ അടുത്ത റൈൻ സ്റ്റോൺ, വീണ്ടും ഏറ്റവും ചെറിയ മുത്ത് കോർക്കുന്നു. ഈ ഒരു പ്രൊസീജിയറാണ്. വലുതെന്ന് ചെറുത്തിലോട്ട്, വലിയ മുത്തൊക്കെ താഴെ വരുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. നമുക്ക് റൈൻ സ്റ്റോൺ പല കളറിൽ കിട്ടും കേട്ടോ, പല സ്റ്റോൺ കളറിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് വൈറ്റ് ആണ്. അപ്പോൾ പല കളറാണെങ്കിൽ അതുപോലെ തന്നെ പല മുത്തുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ കോർത്തിട്ട് നല്ല ഭംഗിയായിരിക്കും. ക്രിസ്റ്റൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെയുള്ളൂ. ഹെഡ് പിന്നിൽ നമ്മൾ 3 മുത്ത് കോർക്കുന്നു, റൈൻ സ്റ്റോൺ ഇടയിൽ കോർക്കുന്നു, പിന്നെ ലൂപ്പ് ഉണ്ടാക്കി ഇയർ ഹുക്ക് അതിലോട്ട് കോർത്താൽ നമ്മുടെ സിമ്പിൾ പേൾ കമ്മൽ റെഡിയായി. അപ്പോൾ ഇതും സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഡിസൈനാണ്. ഇതിലെങ്ങനെയാണ് പറഞ്ഞാൽ ഒരു ഐ പിന്നും 2 ഹെഡ് പിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുത്തുകൾ കുറച്ച് ഒരേ സൈസിലുള്ള കുറച്ച് മുത്തും പിന്നെ ഒരു ബീഡ് ക്യാപ്പുമാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഇയർ ഹുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഹെഡ് പിൻ എടുക്കുന്നു. അതിലോട്ട് 4 മുത്താണ് ഞാൻ കോർക്കുന്നത്. അതൊരു 4 mm സൈസ് വരുന്ന വൈറ്റ് കളർ ബീഡ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഹെഡ് പിന്നിൽ 4 എണ്ണവും പിന്നെ ഒരു ഹെഡ് പിന്നിൽ 6 എണ്ണമാണ് കോർക്കുന്നത്. അതായത് 2 സൈസിലുള്ള ഹെഡ് പിൻസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരേ സൈസിലുള്ള ഹെഡ് പിൻ ആണെങ്കിൽ അതിൻ്റെ ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ 2 ഹെഡ് പിന്നിലും ഒന്നിൽ 4 മുത്തും ഒന്നിൽ 6 മുത്തായിട്ട് കോർക്കുക. എന്നിട്ട് മുകളിലായിട്ട് ഓരോ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ 2 ലെങ്ത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരേ ലെങ്ത്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം.
ഒരേ ലെങ്ത്തിലുള്ള 2 ഹെഡ് പിന്നിൽ മുത്ത് കോർത്തിട്ട് ചെയ്യാം. മുത്താണെങ്കിലും ഇതുപോലെ വലിപ്പമുള്ളത് വേണമെന്നൊന്നുമില്ല. സീഡ് ബീഡ്സോ അല്ലെങ്കിൽ തീരെ ചെറിയ മുത്ത് പോലെയുള്ളതാണെങ്കിലും എടുക്കാം, ക്രിസ്റ്റൽസ് വേണമെങ്കിലും എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഈ 2 ഹെഡ് പിന്നിൽ മുത്തുകൾ കോർത്തു മുകളിലായിട്ട് ഓരോ ലൂപ്പ് ഉണ്ടാക്കി. ഇനി ഐ പിൻ എടുക്കുക. ഐ പിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ട്, അതൊന്ന് നമുക്ക് അകത്തിയിട്ട് ഇപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന 2 ഹെഡ് പിന്നിൻ്റെ ലൂപ്പുകളുണ്ടല്ലോ അത് ഇതിലോട്ട് കോർക്കാം. അപ്പോൾ ഐ പിന്നിൻ്റെ ലൂപ്പ് അകത്തുമ്പോൾ എപ്പോഴും നമ്മളൊരു സൈഡിലോട്ട് വേണം അകത്താൻ. നേരെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വായ തുറക്കുന്ന പോലെ അകത്തി പറഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യുമ്പോൾ നീറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ കിട്ടില്ല, അവിടെ എങ്ങനെയും ഗ്യാപ്പ് വരും. അപ്പോൾ എപ്പോഴും അകത്തുമ്പോൾ സൈഡിലോട്ട് അകത്തുക. അപ്പോൾ നമ്മൾ ഈ മുത്തുകൾ കോർത്ത ശേഷം അതിലോട്ട് ഒരു ബീഡ് ക്യാപ്പ് കോർക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ എക്സ്ട്രാ ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ഭംഗിയിൽ റൗണ്ട് ഷേപ്പിലൊരു ലൂപ്പ് ഉണ്ടാക്കുക. അതിലോട്ട് ഇയർ ഹുക്ക് കോർക്കുക, ലൂപ്പ് ക്ലോസ് ചെയ്യുക. നമ്മുടെ 5ാമത്തെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പേൾ ഇയറിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. പിന്നെ ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻസിൽ എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.